യുഡിഎഫുമായി തെറ്റി നിൽക്കുന്നത് കൊണ്ടാണോ, സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ കുറച്ച് സോഫ്റ്റ് നിലപാട് അൻവറിനോട് താങ്കൾക്ക് കാണുന്നു? സാധാരണ നിങ്ങൾ അറ്റാക്ക് ചെയ്യാം എന്നതാണ് സ്വരാജിന്റെ ഒരു മൂഡ്. അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ട് നമുക്ക് എല്ലാ മനുഷ്യരോടും സോഫ്റ്റ് നിലപാടല്ലേ. ആശയപരമായ കാര്യങ്ങളിൽ ദൃഢതയുണ്ടാവും, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പക്ഷെ വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുണ്ടോ? ആരോടും ശത്രുതയില്ലല്ലോ. എല്ലാവരോടും സാഹോദര്യം, സൗഹൃദം, അത്രയല്ലേ ഉള്ളൂ. അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ത്രികോണ മത്സരത്തിന് അപ്പുറത്തെ BJP കൂടി മത്സരരംഗത്തേക്ക് വരും. അപ്പോൾ എന്തെങ്കിലും ഫൈറ്റ് ആയിരിക്കും നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുക? അല്ല, ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല LDF നിലപാട് സ്വീകരിക്കുന്നത്. LDF നാടിന്റെ ഭാവിയെ കരുതി, ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ്. ആര് മത്സരിക്കുന്നു എന്നതൊന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. അത് അവരവരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. അല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ ആലങ്കാരികമായ വിശേഷണങ്ങളാണ്, സ്വാഭാവികം. ഇന്നിപ്പോ ഇനിയും പോകാൻ സാധിക്കില്ലല്ലോ, ഇവിടെയല്ലേ. നാളെ തീർച്ചയായിട്ടും നാളെ അങ്ങയുടെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലിട്ട് കുഞ്ഞാലിയുടെ മണ്ണാണ്, വലിയ വിപ്ലവ മണ്ണാണെന്ന് പറയുന്ന നിലമ്പൂരിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിലേക്ക് ഒരാൾ വരാത്തത്? അവിടെ ചുമതല വഹിക്കുന്ന സ്വരാജ് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യമുണ്ട്. അങ്ങയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ഒരു ആവശ്യം. അത് അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണോ, അങ്ങ് നല്ല എതിരാളിയാണെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണോ? അതിനെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, LDFന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയിട്ടില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ്, അതല്ലേ 2-ാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം. അപ്പൊ അതിനു മുമ്പ് തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും. ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. വൈകിട്ടില്ല. 1. 2, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കണ്ടായി. എനിക്കതിൽ തോന്നുന്നത്, അപ്പോ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അപ്പൊ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിത്വത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇപ്പൊ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവരക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, എന്നാ പിന്നെ കാണാം.